അപ്പോൾ ഇതാണ് ഏറുമ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇടുക്കി എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടി വരുന്നത് ഇവിടുത്തെ നേച്ചറും ക്ലൈമറ്റും ഒക്കെയല്ലേ. എല്ലാവർക്കും കാണാനും ഇടുക്കിയിലെ കാഴ്ചകൾ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇടുക്കിയിൽ താമസിക്കാൻ പലർക്കും ഇഷ്ടമില്ല. എന്നെ ഇടുക്കിയിലോട്ടാണ് കെട്ടിച്ചു വിടുന്നതെന്ന് അറിഞ്ഞപ്പോൾ പലരും അതിശയത്തോടെ ചോദിച്ചു, അയ്യോ ഇടുക്കിയിലോട്ടോ എന്ന്. ബട്ട് റിയലി ഗൈസ്, നൗ ഐ ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ വീടിനോട് ചേർന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഒരു ട്രീ ഹൗസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് പഠിക്കാൻ വേണ്ടിയൊക്കെ പണിതാണ്. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് ആറ് ശല്യം ഇല്ലാതെ നമുക്ക് ഇവിടെ കയറി ഇരുന്ന് പഠിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഒത്തിരി ഹൈറ്റ് ഒന്നുമല്ല, നമുക്ക് കയറാൻ പറ്റുന്ന കുറച്ച് ഹൈറ്റ്, ചെറിയൊരു മരമാണ്. ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായതാണ്. അപ്പം കുറേ ന്യൂസ് ചാനലിലും പത്രത്തിലൊക്കെ അത് വന്നായിരുന്നു ആ ന്യൂസ്. നമ്മുടെ ട്രീ ഹൗസിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പോലെ നമ്മുടെ ലാപ്ടോപ്പോ ബുക്സോ എന്തെങ്കിലും വെക്കാൻ നമുക്ക് പഠിക്കാനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബെഞ്ചുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഫ്ലോറിൽ നമുക്ക് വേണമെങ്കിൽ കിടക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുള്ള മറ്റൊരു മനോഹര കാഴ്ചയാണ് ഈ ആമ്പൽക്കുളം. ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് കാണുവാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ചില സമയത്താണെങ്കിൽ എല്ലാം നമുക്ക് നന്നായിട്ട് വിസിബിൾ ആണ്. ഇപ്പം ഒന്നും കാണുന്നില്ല. എന്തായാലും ഇന്ന് 2 ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല രസമില്ലേ ഗായ്സ്? നമ്മുടെ പറമ്പിലെ മറ്റൊരു മനോഹര കാഴ്ചയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കുറച്ച് പണികളാണ്. ഇതൊരു മീൻ കുളമാണ്. ഇവിടെ കുറേ മീൻ കൃഷിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞൊരു മഴയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഇടിഞ്ഞു പോയി. അപ്പം നമ്മളതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് ഫുൾ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ മീൻ കൃഷിയൊക്കെ ചെയ്ത് നമ്മളത് സെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് പടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പടികളൊക്കെ ഇറങ്ങി വെള്ളത്തിൽ നിൽക്കുക. അപ്പം നമ്മുടെ മീൻകൂട്ടങ്ങളൊക്കെ നമ്മുടെ കാലിലോട്ടൊക്കെ അടുത്ത് വരും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് പിന്നെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ വീട്ടിലെ പ്രധാന ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഏലമരമൊക്കെ. ഏലത്തിൻ്റെ പരിചരണം പക്ഷേ ഭയങ്കര പാടാണ്. നമ്മൾ കുറേ കഷ്ടപ്പെടണം. പക്ഷേ നമുക്ക് നല്ലൊരു ആദായമാണ്, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. പക്ഷെ കുറേ കഷ്ടപ്പാടുണ്ട്. എനിക്ക് നമ്മുടെ പറമ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലോട്ടാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത്. ഇതൊരു കുളമാണ്. ഈ കുളത്തിൽ നമുക്ക് കുളിക്കാം. പിന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് സ്വിമ്മിങ് അറിയാവുന്നവരാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് സ്വിമ്മിങ് അത്രയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. പക്ഷെ നല്ല രസമല്ലേ ഈ ഒരു കാഴ്ച? എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഈ ഊഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ച് പൂക്കൾ കാണാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ
ഇതിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ സൗണ്ട് കേൾക്കും. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നാണ്ട് ഇതുപോലൊരു തോടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കി വീട്ടിലെ കാഴ്ചകൾ.